സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് KSEBയുടെ അറിയിപ്പ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലുള്ള നിയന്ത്രണം SMS വഴി ഉപഭോക്താക്കളെ അറിയിക്കും. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, എപ്പോഴത്തേക്കാണ് ക്രമീകരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നോ? മധു, ലഭിക്കുന്ന വിവരം വെച്ച് ഇന്നു മുതൽ തന്നെ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതായത് നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നിരുന്നത് എപ്പോഴാണ് വൈദ്യുതി മുടക്കം ഉണ്ടാവുക എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതായിരുന്നു. ആളുകൾക്ക് കൃത്യസമയം, നിശ്ചിത സമയം, ഏത് സമയത്ത് പോകുമെന്നറിയാത്ത വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുന്നത്. അതായത് മുൻകൂട്ടി അറിയിക്കും ഏത് സമയം ഈ കറണ്ട് പോകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇന്നേ ദിവസം 10 മണി മുതൽ 12:30 വരെയുള്ള സമയത്തിനുള്ളിൽ അരമണിക്കൂർ നേരം കറണ്ട് പോകുമെന്നുള്ളത് SMS ആയി തന്നെ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സബ്സ്റ്റേഷന് കീഴിലുള്ള ഇതിൽ കൃത്യമായി SMS ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് ഈ SMS ലഭിക്കുന്നത്. ഈ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി ഇന്ന സമയത്തിൽ ഈ സമയപരിധിക്കുള്ളിൽ ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പോകും എന്നുള്ളതായിരിക്കും SMS ആയി ലഭിക്കുക. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ മാനേജ്മെന്റിന്റെ ഭാഗമായി, പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി വൈദ്യുതി മുടക്കം വരും എന്നുള്ളതാണ് ഇപ്പോൾ KSEB അറിയിച്ചിരിക്കുന്നത്. KSEBയുടെ കോർ യോഗം ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിഷേധത്തിലേക്ക് നേരത്തെ കടന്നിരുന്നു. കൃത്യസമയം പറയാത്തതും, കറണ്ട് പോകുന്നത് ലോഡ് കൂടിയിട്ടാണെന്ന് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും കൃത്യസമയം പറയാത്തത് വലിയ തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് KSEB ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഏത് സമയത്തിനുള്ളിൽ കറണ്ട് പോകുമെന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് SMS ആയി ലഭിക്കുക. ഏതായാലും പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് KSEB ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപിത വൈദ്യുതി എത്ര ദിവസം നീണ്ടു നിൽക്കും ഈ നിയന്ത്രണം എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയുണ്ടോ സുനിഷ? മധു, KSEB ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഈ ഒരു 2 ദിവസം കൂടി ഇത്തരത്തിൽ ഒരു നിയന്ത്രണം വേണ്ടിവരും എന്നുള്ളതാണ്. അവർ കണക്ക് കൂട്ടുന്നത് പ്രകാരം 28-ാം തീയതിയോടുകൂടി മഴ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മഴ ലഭിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ കരാറുമായി സംബന്ധിച്ച് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുവഴി വൈദ്യുതി ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രതിസന്ധി അത് 2 ദിവസം മാത്രമാണ് നീണ്ടു നിൽക്കുക എന്നുള്ളതാണ് KSEBയുടെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഇന്നും നാളെയും ഇതേ രീതിയിൽ തന്നെ നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റന്നാൾ മുതൽ നിയന്ത്രണം കുറച്ചു കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് KSEB വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെയും ഇതേ രീതിയിൽ തന്നെ നിയന്ത്രണം ഉണ്ടാകും. പ്രഖ്യാപിത നിയന്ത്രണം എന്ന രീതിയിൽ തന്നെ കൃത്യമായി സമയം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണം മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറെ പ്രധാനപ്പെട്ടത്. ഏതായാലും അങ്ങനെയെങ്കിൽ ഒരു പ്രതിഷേധ സാധ്യത കുറയുമെന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ പവർ കട്ട് എന്ന പേരിലല്ല, പകരം പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ക്രമീകരണം നിലവിൽ ഇപ്പോൾ KSEB. ഇത് ഏത് പേരിൽ എന്നുള്ളതായി അല്ലായിരുന്നല്ലോ സംസ്ഥാനത്തെ പ്രശ്നം. പേര് ഈ സർക്കാരിന് മാത്രമാണല്ലോ പ്രതിഷേധം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുള്ളത്. ആ പേരുകൾ വിളിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ഇത് അറിയിപ്പില്ലാതെ ഉണ്ടാകുന്നു. അവരുടെ വൈകുന്നേരമൊക്കെ കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ട് രാത്രിയിൽ KSEB ഓഫീസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അറിയിപ്പില്ലാതെയും മറ്റു തയ്യാറെടുപ്പുകൾ നടത്താതെയും ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു എന്ന പേരിലായിരുന്നു. അതെ മധു, അതാണ് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണവും അത് തന്നെയായിരുന്നു. കാരണം നേരത്തെ ഇപ്പോൾ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്ന കാലത്ത് പോലും കൃത്യമായി 9:30 മുതൽ 10 മണി വരെ കറണ്ട് പോകും, അല്ലെങ്കിൽ ഇന്ന സമയപരിധിക്കുള്ളിൽ കറണ്ട് പോകുമെന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കറണ്ട് പോകുമെന്ന് മാനസികമായി തന്നെ തയ്യാറെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നല്ല കൊടും ചൂടാണ്, അതിനിടയിലാണ് ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത്. ഒരുപക്ഷെ 8 മണിക്ക് കറണ്ട് പോവുകയാണെങ്കിൽ പിന്നീട് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അതിനു മുമ്പ് സുനിഷ, ഈ SMS വഴി ജനങ്ങളെ അറിയിക്കും ഏതു സമയത്താണ് നിയന്ത്രണം എന്നത് സംബന്ധിച്ചാണ്. ഇന്നു മുതൽ തന്നെ അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടാകുമോ? മധു, ലഭിക്കുന്ന വിവരം വെച്ച് ഇന്നു മുതൽ തന്നെ ഇത്തരത്തിലുള്ള SMS ആളുകൾക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. SMS ഇപ്പോൾ ഇങ്ങനെയാണ്: പവർ സപ്ലൈ മേ ബി ഇന്ററപ്റ്റഡ് ഫ്രം ഈ തീയതി ഇന്ന സമയം, ഈ സമയം മുതൽ ഈ സമയം വരെ ഡ്യൂ ടു പീക്ക് ലോഡ് മാനേജ്മെന്റ്. അങ്ങനെയാണ് ഓരോ പരിധിക്കുള്ളിലും ഈ SMS ആയി ലഭിക്കുക എന്നുള്ളതാണ് മധു.